ഹരേ കൃഷ്ണ. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം. ഈ ശ്ലോകത്തിലാണ് ഭഗവാന്റെ നരനാരായണ അവതാരം നമുക്ക് കാണാൻ കഴിയുന്നത്. നോക്കാം. മൂർത്തിർഹി ധർമ്മഗൃഹിണീ സുഷുവേ ഭവന്തം നാരായണം നരസഖം മഹിതാനുഭാവം യജ്ജന്മനി പ്രമുദിതാഃ കൃതതൂര്യഘോഷാഃ പുഷ്പോത്കരാൻ പ്രവവൃഷുർനുനുവുഃ സുരൗഖാഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. മൂർത്തിർഹി, ഇവിടെ മൂർത്തിഹി, ഹി ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് മൂർത്തിർഹി. മൂർത്തി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു 13 പെൺകുട്ടികളെ ധർമ്മദേവന് കൊടുത്തു എന്ന് പറഞ്ഞിരുന്നു. അതിലൊരാളാണ് ഈ മൂർത്തി എന്ന് പറയുന്നത്. ദക്ഷ പ്രജാപതിയുടെയും പ്രസൂതി ദേവിയുടെയും 13 പെൺകുട്ടികളിൽ ഒരാൾ, ഇവിടെ ധർമ്മദേവന് കൊടുത്ത 13 പെൺകുട്ടികളിൽ ഒരാൾ. ഈ മൂർത്തി എന്ന് പറയുന്ന പെൺകുട്ടിയിലാണ് ഭഗവാന്റെ അവതാരം ഉണ്ടാവുന്നത്. അപ്പോൾ പറയാണ് മൂർത്തിർഹി, മൂർത്തിയാകട്ടെ, ഈ മൂർത്തി എന്ന് പറയുന്ന ആ പെൺകുട്ടിയാകട്ടെ ആരാണ്? ധർമ്മഗൃഹിണി, ധർമ്മദേവൻ്റെ പത്നിയായിട്ടുള്ള ആ മൂർത്തിയാകട്ടെ സുഷുവേ ഭവന്തം. സുഷുവേ എന്ന് പറഞ്ഞാൽ പ്രസവിച്ചു. ആരെ? ഭവന്തം, ഭഗവാനെ അവിടുന്ന് തന്നെ, അവിടുത്തെ തന്നെ ഒരു അവതാരമായിട്ടുള്ള, അവിടുന്ന് തന്നെയായിട്ടുള്ള നാരായണം നരസഖം മഹിതാനുഭാവം. നാരായണം, നാരായണനെ, നാരായണൻ മാത്രമല്ല പിന്നെയോ നരസഖം, നരനോടൊപ്പം, നരനോടു കൂടിയ നാരായണനെ, നരനാരായണന്മാരെ എങ്ങനെയുള്ള മഹിതാനുഭാവം, മഹിതാനുഭാവം ഏറ്റവും അത്യധികം മഹാപ്രഭാവത്തോടു കൂടിയ ആ നരനാരായണന്മാരെ പ്രസവിച്ചുവല്ലോ. ധർമ്മദേവൻ്റെ പ്രിയപത്നിയായ മൂർത്തി തൻ്റെ 13 പത്നിമാരിൽ മൂർത്തി എന്ന് പറയുന്ന തൻ്റെ പത്നി ആ നരനാരായണന്മാരെ, ഭഗവാന്റെ തന്നെ അവതാരമായിട്ടുള്ള നരനാരായണന്മാരെ പ്രസവിച്ചുവല്ലോ. അങ്ങനെ ആ പ്രസവിച്ചപ്പോൾ യജ്ജന്മനി, യാതൊരുവരുടെ അവതാരത്തിൽ, യാതൊരുവരുടെ ജന്മത്തിലാണോ പ്രമുദിതാഹ സന്തുഷ്ടരായിട്ടുള്ള കൃതതൂര്യഘോഷാഹ, തൂര്യഘോഷ എന്ന് പറഞ്ഞാൽ വാദ്യഘോഷങ്ങളൊക്കെ മുഴക്കുക, കൃത എന്ന് പറഞ്ഞാൽ ചെയ്യുക, വളരെ വാദ്യഘോഷങ്ങളൊക്കെ മുഴക്കുകയും പിന്നെയോ പുഷ്പോത്കരാൻ, വളരെയേറെ പുഷ്പങ്ങൾ, പ്രവവൃഷുർനുനുവുഹു, പ്രവവൃഷുഹു നുനുവുഹു, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പ്രവവൃഷുർനുനുവുഹു. പ്രവവൃഷുഹു എന്ന് പറഞ്ഞാൽ വർഷിക്കുക, പുഷ്പങ്ങൾ ധാരാളം ചൊരിഞ്ഞു അഥവാ പുഷ്പവൃഷ്ടി ചെയ്തു. പിന്നെയോ നുനുവുഹു, നുനുവുഹു എന്ന് പറഞ്ഞാൽ സ്തുതിക്കുകയും ചെയ്തു. ആര്? സുരൗഖാഹ, ഔഖം എന്നാൽ കൂട്ടം, സുരൻ ദേവൻ, സുരൗഖാഹ ദേവന്മാരുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ ദേവഗണങ്ങളൊക്കെയും
യാതൊരാളുടെ അവതാരത്തിലാണോ പുഷ്പവൃഷ്ടി സന്തോഷം കൊണ്ട് പ്രമുദിതാഹ സന്തുഷ്ടരായിട്ട് പുഷ്പവൃഷ്ടി നടത്തുകയും വാദ്യഘോഷങ്ങൾ മുഴക്കുകയും ചെയ്തത്. ദേവന്മാർക്കൊക്കെ ഭഗവാനെ അവിടുത്തെ ആ നരനാരായണ അവതാരം എന്ന് പറയുന്നത് ഉത്സവമായിരുന്നു. അവരൊക്കെ അങ്ങനെ ഉത്സവമായിട്ട് ആഘോഷിക്കുകയായിരുന്നു. ആ നരനാരായണന്മാർ ഈ ധർമ്മദേവന് മൂർത്തി എന്ന് പറയുന്ന പത്നിയിൽ അവിടുന്ന് നരനാരായണന്മാരായി അവതരിച്ചുവല്ലോ ഭഗവാനെ. ഇവിടെ നോക്കൂ, ഭഗവാന്റെ ഓരോ അവതാരവും നമുക്കറിയാം. ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നു എന്താ? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഇവിടെ ഭഗവാൻ ഓരോ മന്വന്തരത്തിലും അവതരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? ധർമ്മ സംസ്ഥാപനാർത്ഥായ, ആ ധർമ്മത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാന് അവതരിക്കുന്നത്. ഇവിടെ ജനനം തന്നെ ആ ധർമ്മദേവനിലാണ്. നമ്മൾ മലയാളത്തിൽ ഒരു ചൊല്ലു പറയാറുണ്ട്, തീയിൽ കുരുത്തത് വെയിലത്തു വാടുമോ. ഭഗവാൻ ജനിച്ചത് തന്നെ ധർമ്മദേവൻ്റെ പുത്രനായിട്ടാണ്. അങ്ങനെയുള്ള ഭഗവാനെ ധർമ്മത്തിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ ഈ ഭൗതിക ലോകത്തിലെ യാതൊരു ശക്തിക്കും ആവില്ല എന്നിരിക്കെ ഇനി നമുക്ക് കാണാം വ്യതിചലിപ്പിക്കാൻ ഏതെല്ലാം തരത്തിലുള്ള ശക്തികളാണ് ഭഗവാന്റെ മുന്നിൽ വരുന്നതെന്ന്. പക്ഷെ ആ ഭഗവാനെ എങ്ങനെയാണ് ധർമ്മത്തിൽ നിന്നും, ധർമ്മത്തിൻ്റെ മാർഗത്തിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ കഴിയുന്നത്? ഇവിടെ ഭഗവാന്റെ അവതാരം ധർമ്മത്തിൻ്റെ, അത് നോക്കൂ, ധർമ്മദേവനും മൂർത്തിക്കുമായിട്ടാണ് ജനിച്ചത്. ധർമ്മത്തിൻ്റെ മൂർത്തി സ്വരൂപമായിട്ടുള്ള ഭഗവാൻ, ധർമ്മത്തെ നിലനിർത്താനായി അവതാരം കൊള്ളുന്ന ഭഗവാൻ ജനിച്ചത് ധർമ്മദേവനും മൂർത്തിക്കുമായിട്ട്. ആ ഭഗവാൻ ഇവിടെ ഒറ്റ വാക്കിൽ ആ ഭഗവാന്റെ മഹത്വത്തെ പറഞ്ഞു നിർത്തി. മഹിതാനുഭാവം, മഹാപ്രഭാവത്തോടു കൂടിയതാണ്. കാരണം ഭഗവാന്റെ ആ പ്രഭാവത്തെ എങ്ങനെയാണ് വർണ്ണിക്കാനാവുന്നത്? ഏതു വാക്കുകളാണ് അതിന് പര്യാപ്തമായിട്ടുള്ളത്? അതുകൊണ്ട് ഇവിടെ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വളരെ ബുദ്ധിപൂർവം തന്നെയാണ് ആ ഒരു വാക്ക് ഉപയോഗിച്ചത്, മഹിതാനുഭാവം. കാരണം നമുക്കിനിയും കാണാം, ഏകദേശം 99 ദശകങ്ങൾ വരെ എത്തിയ എഴുതിത്തീർത്ത ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ ചരിതങ്ങളും ഭഗവാന്റെ ഗുണഗണങ്ങളും വാഴ്ത്തിപ്പാടിയ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടും അവസാനം പറയുന്നു, അവ്യക്തം തേ സ്വരൂപം. അല്ലയോ ഭഗവാനെ, അവിടുത്തെ രൂപത്തെ വർണ്ണിക്കാനാവുന്നില്ല, അത് അവ്യക്തമാണ് ഇന്നും എനിക്ക്. ഇത്രയേറെ ഭഗവാന്റെ തത്വങ്ങളെ അറിയുകയും അത് എഴുതുകയും ചെയ്ത, മനോഹരമായി നമുക്ക് വേണ്ടി പറഞ്ഞു വയ്ക്കുകയും ചെയ്ത ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനു പോലും അല്ലയോ ഭഗവാനെ, അവിടുത്തെ സ്വരൂപത്തെ, അവിടുത്തെ മഹത്വത്തെ വർണ്ണിച്ചു കഴിയാനാവുന്നില്ല എന്ന് പറയുമ്പോൾ ആ ഭഗവാന്റെ പ്രഭാവത്തെ, ഭഗവാന്റെ മഹത്വത്തെ നമുക്കൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? നമ്മളൊക്കെ എത്രയോ പരിമിതമായ ചിന്തകളുടെ, അറിവുകളുടെ ഉടമകളാണ്. ഭഗവാന്റെ മഹത്വത്തെ നമുക്കൊന്നും ഒരു അംശം പോലും മനസ്സിലാക്കാനാവുന്നില്ല. അതറിയണമെങ്കിൽ ഒരു കടൽ തീരത്ത് പോയിരുന്ന അങ്ങ് അകലെയുള്ള ആ തിരകളിലേക്കൊന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അതിനൊരു അവസാനം കാണാൻ, അതെവിടെയാണ് അവസാനിക്കുന്നത് ആ കടൽ എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. അതങ്ങനെ അനന്തമായി നീണ്ടുകിടക്കുകയാണ്. ഒന്ന് ആകാശത്തിലേക്ക് നോക്കുക, അതിനെവിടെയാണ് ഒരു അവസാനമുള്ളത്? അതിൻ്റെ അവസാനം കാണാൻ നമുക്കാവുന്നില്ല. അങ്ങനെ അനന്തമായിട്ടുള്ള ഈ ആകാശവും കടലും പോലും യാതൊരു ശക്തിയിലാണോ നിലകൊള്ളുന്നത്? യാതൊന്നിനെ ആധാരമാക്കിക്കൊണ്ടാണോ അതിൽ ആ ചൈതന്യം തുളുമ്പുന്നത്, അതിൽ ശക്തി നിറയുന്നത്? യാതൊന്നിൻ്റെ ശക്തിയാണോ അതിലും പ്രതിഫലിച്ചു കാണുന്നത്? ആ ശക്തിയെ, ആ ഭഗവാനെ എങ്ങനെയാണ് നമുക്ക് കാണാനാവുന്നത്, മനസ്സിലാക്കാനാവുന്നത്? ആദ്യന്തരഹിതനായിട്ടുള്ള ഭഗവാനിലെ അനന്തമായിട്ടുള്ള
ഈ രണ്ട് പ്രതിഭാസങ്ങളെ എടുത്താൽ പോലും നമുക്ക് പൂർണ്ണമായും ഗ്രഹിക്കാനോ അറിയാനോ അതിൻ്റെ അന്തം കാണാനോ കഴിയാത്തിടത്ത് ഭഗവാനെ അവിടുത്തെ മഹത്വം അറിയുക പ്രയാസമാണ്. ഭഗവാനെ അവിടുത്തെ സ്വരൂപത്തെ സങ്കല്പിക്കുക ക്ലേശകരമാണ്. ഭഗവാനെ ആവില്ല. ഭഗവാനെ അങ്ങനെയുള്ള ഭഗവാന്റെ മഹത്വത്തെ ഇവിടെ വളരെ തന്ത്രപൂർവം തന്നെ, വളരെ യുക്തിപൂർവം തന്നെ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഒറ്റ വാക്കിൽ ആ പ്രഭാവത്തെ മുഴുവൻ അങ്ങോട്ട് വർണ്ണിച്ചു. വർണ്ണിക്കാനാവാത്തതിനെ, വർണ്ണിച്ച് കഴിയാനാവാത്തതിനെ മഹിതാനുഭാവം, കാരണം അതിൻ്റെ പ്രഭാവം അവതരിപ്പിക്കാനാവുന്നതിനും അപ്പുറമായതുകൊണ്ട് അങ്ങനെയുള്ള ആ നരനാരായണന്മാർ സ്വയംഭുവ മനുവിൻ്റെ പരമ്പരയിൽ, ആ പ്രസൂതി ദേവിയുടെ മകളായ പ്രസൂതി ദേവിയുടെ പരമ്പരയിൽ അത്യുത്കൃഷ്ടമായ അവതാരങ്ങൾ എടുത്തിരിക്കുന്നു നരനാരായണന്മാരായിട്ട്. എന്താണ് അവരുടെ മഹത്വം എന്ന് ഇനിയും വരുന്ന ശ്ലോകങ്ങളിൽ നമുക്ക് കാണാം. എത്ര ഉത്കൃഷ്ടമായിരുന്നു ആ 2 അവതാരങ്ങളെന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. ഈ നരനാരായണന്മാർ തന്നെയാണ്. അത് നമുക്കിനിയും പിന്നീട് ഉള്ള ദശകം, നമുക്ക് 88 എൻ്റെ ഓർമ്മ, സന്താനഗോപാലൻ കഥയൊക്കെ വരുമ്പോൾ നമുക്ക് കാണാം. അർജുനനും കൃഷ്ണനുമായി അവതരിച്ചതും ഈ നരനാരായണ അവതാരത്തിൻ്റെ തന്നെയാണ്. അടുത്ത ജന്മം പിന്നീടുള്ള ജന്മങ്ങളിൽ വരുന്നതാണ് എന്ന് പറയാറുണ്ട് ആചാര്യന്മാർ. ഏതായാലും ഭഗവാനെ അവിടുത്തെ ആ ഒരു അവർണ്ണനീയമായിട്ടുള്ള ആ പ്രഭാവത്തോടു കൂടിയ നരനാരായണ അവതാരം അങ്ങനെ പ്രസൂതി ദേവിയുടെ പുത്രിയായ മൂർത്തിദേവിക്കും ധർമ്മദേവനും ഭഗവാൻ അവതരിച്ചിരിക്കുന്നു. നമുക്കിനിയും ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. മൂർത്തിർഹി ധർമ്മഗൃഹിണീ സുഷുവേ ഭവന്തം നാരായണം നരസഖം മഹിതാനുഭാവം യജ്ജന്മനി പ്രമുദിതാഃ കൃതതൂര്യഘോഷാഃ പുഷ്പോത്കരാൻ പ്രവവൃഷുർനുനുവുഃ സുരൗഖാഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അവിടെ ഭഗവാന്റെ അവതാരമായതുകൊണ്ട് സർവത്ര പറയേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് നോക്കാം. ഇവിടെ വിസർഗം 3 ഇടത്തുണ്ട്. യജ്ജന്മനി പ്രമുദിതാഹ അവിടെ, അതുപോലെ കൃതതൂര്യഘോഷാഹ അവിടെയും 2 ഇടത്തും, അതേപോലെ ഇനിയും സുരൗഖാഹ 4ാമത്തെ വരിയുടെ അവസാനവും 3 ഇടത്തും ദീർഘവും വരുന്നുണ്ട്. അകാരം നീട്ടിയെടുക്കുകയും വേണം. ഒപ്പം അവിടെ പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. അതുപോലെ തന്നെ പ്രവവൃഷുർനുനുവുഹു അവിടെ വിസർഗമുണ്ട്, ദീർഘമില്ല. ഇനിയും ബാക്കി പറയാനാണെങ്കിൽ ഇവിടെ യജ്ജന്മനി അതൊക്കെ ജ കൂട്ടക്ഷരമാണ്, അതുകൊണ്ട് കുറച്ച് കട്ടിയിൽ തന്നെ അത് വായിക്കുക. പിന്നെ കൃതതൂര്യഘോഷാഹ അതൊക്കെ ചിലപ്പോൾ തുടക്കക്കാർക്ക് ചിലപ്പോൾ ഒരിച്ചിരി ബുദ്ധിമുട്ട് കാണാം. എന്നാലും അടുത്തതിൽ വരുമ്പോഴും പ്രവവൃഷുർനുനുവുഹു അവിടെയും തുടക്കക്കാർക്ക് ചിലപ്പോൾ കുറച്ച് പ്രയാസം തോന്നാം. ശ്രദ്ധിച്ച് വായിക്കുക. കവി പാടിയതുപോലെ പരിശ്രമം ചെയ്യുകിലെന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുജനെ പാരിലയച്ചതീശൻ. അത് കൈകൾ കൊണ്ടും, കൈകൾ എന്ന് പറയുന്നത് ബാഹ്യമായ ക്രിയകൾ ചെയ്യാനുള്ളതാണെങ്കിൽ ഇതുപോലെയുള്ള വിഷയങ്ങളെ നമുക്ക് ലഭ്യമാക്കണമെങ്കിൽ മനസ്സുകൊണ്ട് നന്നായി മനനം ചെയ്താൽ മതിയാകും. അതിന് ഭഗവാൻ തന്നെ എപ്പോഴും കൂടെയുണ്ടാവും. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത് അഭ്യാസേന തു കൗന്ദേയ. എന്താ എൻ്റെ മനസ്സ് ചഞ്ചലമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് നിനക്ക് പരിശീലനം കൊണ്ട് അതിനെ അടക്കാനാവും. നമുക്കും ഇവിടെ അത് തന്നെയാണ് നമ്മളോടും ഭഗവാൻ പറയുന്നത്. നമ്മുടെ പരിശീലനം കൊണ്ട്
വായിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നതിനെയും നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. ഭഗവാന്റെ അനുഗ്രഹം അതിനുണ്ടാവുമെന്ന് ഭഗവാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ. ഇനിയും ആ ശ്ലോകത്തിൻ്റെ അന്വയക്രമത്തിലുള്ള പദവിന്യാസം കൂടി നോക്കാം. ധർമ്മഗൃഹിണി മൂർത്തി ഹി മഹിതാനുഭാവം ഭവന്തം നരസഖം നാരായണം സുഷുവേ യജ്ജന്മനി പ്രമുദിതാഃ സുരൗഖാഃ കൃതതൂര്യഘോഷാഃ പുഷ്പോത്കരാൻ പ്രവവൃഷുഃ നുനുവുഃ. ഒന്നുകൂടി പറയാം. ധർമ്മഗൃഹിണി മൂർത്തി ഹി മഹിതാനുഭാവം ഭവന്തം നരസഖം നാരായണം സുഷുവേ യജ്ജന്മനി പ്രമുദിതാഃ സുരൗഖാഃ കൃതതൂര്യഘോഷാഃ പുഷ്പോത്കരാൻ പ്രവവൃഷുഃ നുനുവുഃ. ഇതിത്രയുമാണ് ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് അനുസ്മരിക്കാനുള്ളത്. ഹരേ കൃഷ്ണ.